അപ്പോൾ പ്രേക്ഷകരെ റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പെറ്റി കേസുകളിലെ പിഴത്തുകയിൽ നിന്ന് പണം തട്ടിയ കേസിൽ ഒരു പ്രതിയെ പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടോ? പോലീസ് ഉദ്യോഗസ്ഥയായ ശാന്തി കൃഷ്ണ മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുന്നു. ബാങ്ക് രേഖകളിലടക്കം കൃത്രിമം കാട്ടി 16.7 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. SS ശരൺ ചേരുന്നുണ്ട്. ശരൺ, ഗുഡ് മോർണിംഗ് ശരൺ. ഒടുവിൽ പിടിയിലായി അല്ലേ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഒടുവിൽ പിടിയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ മാസം 22-ാം തീയതി രജിസ്റ്റർ ചെയ്ത കേസാണ്. ഈ കേസിൽ ഒരു മാസം പിന്നിട്ടിട്ടും ശാന്തി കൃഷ്ണനെ പിടികൂടാത്ത നടപടി അത് വലിയ വിവാദമായിരുന്നതാണ്. സാധാരണഗതിയിൽ ഒരു കേസിൽ 2-3 ആഴ്ചയായിട്ടും പ്രതിയെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ലുക്കൌട്ട് നോട്ടീസൊക്കെ തന്നെ പുറപ്പെടുവിക്കാനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. പക്ഷേ അത്തരത്തിൽ ഒരു ശ്രമവും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്ത ഒരു കേസ് കൂടിയാണ് ഇത്. ഇതിൽ നേരത്തെ ജില്ലാ കോടതിയും ഹൈക്കോടതിയും മുൻകൂർ ജാമ്യാപേക്ഷയുമായി ശാന്തി കൃഷ്ണൻ സമീപിച്ചിരുന്നതാണ്. എന്നാൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യമായിരുന്നു. ഇന്നലെയാണ് ഹൈക്കോടതി തള്ളിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ശാന്തി കൃഷ്ണനെ കസ്റ്റഡിയിലെടുത്ത വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നത്. മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. വൈകാതെ തന്നെ അറസ്റ്റിലേക്ക് പോകുമെന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇതിൽ പ്രധാനമായും കാണേണ്ടത് ഈ പെറ്റി കേസുകളിലെ പിഴത്തുകയിൽ നിന്നും പണം തട്ടിയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പൊതുജനത്തിന്റെ പണമാണ്. 16.7 ലക്ഷം രൂപയാണ് ഇവർ തട്ടിയെടുത്തിരിക്കുന്നത്. ബാങ്ക് രേഖകളടക്കം കൃത്രിമം കാട്ടിയുള്ള ഈ ഇത്തരത്തിലൊരു തട്ടിപ്പിന് പിന്നിൽ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നുള്ള സംശയവും ബലപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവർ ഡ്യൂട്ടി ചെയ്തിരുന്നത്, അതായത് 4 വർഷത്തിനിടയിലാണ് 16.7 ലക്ഷം രൂപ തട്ടിയെടുക്കുന്നത്. ആ കാലയളവിൽ ആ സ്റ്റേഷനിൽ ചുമതല ഉണ്ടായിരുന്ന SI-മാരെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് അന്വേഷണം കടന്നിരുന്നതാണ്. 15ഓളം SI-മാരെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ ശാന്തി കൃഷ്ണനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അവരുടെ ചോദ്യം ചെയ്യൽ തുടരുന്നത്. ഓക്കെ, ശരണാണ് വിവരങ്ങൾ നൽകിയത്. എന്ന് ആലോചിച്ച് നോക്കി, ഒരു പിഴക്കേസിൽ, പെറ്റി കേസിൽ നമ്മൾ സാധാരണ പോലീസിന്റെ പെറ്റി കേസുകളിലൊക്കെ പെടുമ്പോൾ അടിച്ചു തരുന്ന ഉണ്ടില്ല, അത് തന്നെ വ്യാജമായിട്ടുണ്ടാക്കി അതിൽ നിന്ന് പൈസ അടിച്ചു മാറ്റി എന്നുള്ളതാണ്.